SY സംസ്ഥാന സെക്രട്ടറിയും സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ വർക്കിംഗ് സെക്രട്ടറിയുമായ അബ്ദുൾ സമദ് പൂക്കുട്ടനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ നയങ്ങൾക്ക് അതിനോടുള്ള അനിഷ്ടം സമസ്തയുടെ മുഖപത്രം തന്നെ എഡിറ്റോറിയലായി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മദ്യം എത്ര വീര്യം കുറഞ്ഞതാണെങ്കിലും അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളത്. സത്യത്തിൽ UDF സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും രണ്ട് നയമാണോ പിന്തുടരുന്നത്? ഇതിൽ സംസ്ഥയുടെ പത്രം മാത്രമല്ല, ഉദാഹരണമായി മുന്നണിയിൽ തന്നെ പ്രധാന കക്ഷിയായ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ VM സുധീരൻ, അദ്ദേഹം വളരെ വ്യക്തമായി ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ മന്ത്രിയും വകുപ്പ് മന്ത്രിയും അതിന് വിയോജിപ്പ് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മദ്യത്തിൻ്റെ ഒരു വ്യാപനം ഇവിടെ നടക്കുമോ എന്നാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഈ തരത്തിൽ നികുതി ഇളവ് നൽകിയാൽ സംഭവിക്കാൻ പോകുന്ന ആശങ്ക. ഉദാഹരണമായി 251% നികുതി ഉള്ളത് നേരെ 120% ആക്കിയിരിക്കുകയാണ്. അല്പം വീര്യമുണ്ടെങ്കിൽ 175%. അതിലൂടെ ഇത് വ്യാപകമാകുമെന്ന ഭയമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ രാജ്യത്ത് ഭരിക്കുന്ന സമയത്ത്, ഉദാഹരണമായി 2016 വരെയുള്ളൊരു കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ 29 ബാറുകളെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ആ 29 ബാറുകളെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് 2026 അവർ ഇറങ്ങുന്ന സമയത്ത് 854 ലൈസൻസ് കൊടുത്ത് വളരെ യഥേഷ്ടം മദ്യം വിളമ്പാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. നികുതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം. അതേ രീതിയിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റും ആ തരത്തിൽ സാധാരണ മദ്യം വ്യാപകമാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇന്ന് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ജനസപ്പോർട്ട് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. അത് സിന്തറ്റിക് മയക്കുമരുന്ന്, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഇനങ്ങളിൽപ്പെട്ട എല്ലാം വേട്ടയാടി പിടിക്കുന്നു. ജനങ്ങൾ പരിപൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നു, മതസംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഭാഗത്ത് അത് നടക്കുമ്പോൾ മറുഭാഗത്ത് സാധാരണക്കാരായ ആളുകൾ പോലും മദ്യത്തിലേക്ക് പോകത്തക്ക വിധമുള്ള ഒരാശങ്ക ജനിപ്പിക്കുന്ന ഈ ഒരു തീരുമാനം, സത്യത്തിൽ ഈ തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ 2022-23 കാലഘട്ടത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇങ്ങനെ വീര്യം കുറഞ്ഞൊരു മദ്യത്തിൻ്റെ അനുമതി നൽകുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ അതിനെ പിന്തുടരുന്നൊരവസ്ഥയാണ് ഇപ്പോഴുണ്ടാകുന്നത് എന്ന ആശങ്കയും ചർച്ചയുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് എല്ലാ വിഭാഗം ആളുകളും ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഇതിനെതിരെ UDFൽ പറയുമെന്ന് കരുതുന്നുണ്ടോ? സർക്കാർ ഒന്ന് പിന്മാറുമെന്ന് കരുതുന്നുണ്ടോ? സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചന്ദ്രികയിലെ ലേഖനം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. മദ്യത്തിനെതിരെ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം ശക്തമായ ഭാഷയിൽ പത്രത്തിൽ എഴുതിയത്. സ്വാഭാവികമായും പാർട്ടിയിൽ ചർച്ച നടക്കുന്നുവെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മദ്യത്തിൻ്റെ വ്യാപനത്തെ എല്ലാ വിഭാഗം ആളുകളും എതിർക്കും. മദ്യം കഴിക്കുന്നവരുണ്ടാകാം. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിലക്കുണ്ട്. അതേസമയത്ത് ആ മതപരമായ വിലക്ക് എല്ലാവരുടെ മേലും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ ഈച്ചേരി കുഞ്ഞികൃഷ്ണ മാഷ് അടക്കമുള്ള ആളുകൾ അന്യമതക്കാരായ ആളുകളാണ്. അവരൊക്കെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടിക്കും ഇത്തരം നയങ്ങളോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമസ്തയുടെ നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് മദ്യത്തിൻ്റെ ഈ വിഷയത്തിൽ. അതേപോലെ തന്നെ സമസ്തയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന തീരുമാനം. ഇന്നിപ്പോൾ ഇടതുപക്ഷം ഒന്നാകെ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് കുറ്റപ്പെടുത്തി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. സമസ്തയുടെ നിലപാടും സമാനം തന്നെയാണോ? ഇവിടെ സമസ്തയുടെ നിലപാട് പ്രസിഡന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഉപസമിതിയുണ്ട്. ആ ഉപസമിതി എന്താണോ തീരുമാനിക്കുന്നത് അതിൻ്റെ തീരുമാനം പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് പറയാനുള്ളത്. ഉപസമിതി അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണാധികാരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റിലാണ്, ഒരു രേഖയിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും നിയമസഭയിൽ ഇന്ന് പോലും വിശദീകരിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് ഒപ്പിട്ടവർക്ക് ഇതിൻ്റെ ബാധ്യതയുണ്ട്. ഇനി ഈ ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം, നയം എന്താണെന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം, ഈ സമിതിക്കും അതുപോലെ ഗവൺമെൻറ്റിനും ഒരു ബാധ്യതയുണ്ട്. കാവ്യവൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പാടില്ല. ഉദാഹരണമായി ഗാന്ധിജിക്ക് പകരം ഗോഡ്സയെ ഉയർത്തിക്കാട്ടുന്ന സമീപനം. അതുപോലെ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം, സൗഹാർദ്ദത്തിൻ്റെ ചരിത്രങ്ങൾ ഇതൊക്കെ എടുത്തു നീക്കി വരുന്ന തലമുറയിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള മതേതരത്വ വിരുദ്ധ കാഴ്ചപ്പാട് വളർത്തുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതി വന്നാൽ അത് സ്വാഭാവികമായും സൗഹൃദത്തിനെതിരായിരിക്കും, അത് യാഥാർത്ഥ്യങ്ങൾക്കെതിരായിരിക്കും. അതുകൊണ്ട് തന്നെ അതില്ലാത്തൊരവസ്ഥ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ ഉപസമിതി ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്നാണ് നമുക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത്.
ലീഗിൻ്റെ അഭിപ്രായം നിന്ന് പിന്മാറണമെന്നാണ്. പക്ഷേ ഭരണഘടനാപരമായ ചില കടമകൾ ഉണ്ടാകും എന്നൊരു സൂചനകളും പലരും നൽകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം UDFൻ്റെ മൊത്തം ആഗ്രഹം ഇതിൽ നിന്ന് പിന്മാറണമെന്ന് തന്നെയാണ്. പലർക്കും പിന്മാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വളരെ രഹസ്യമായി നേരത്തെ കരാർ ഒപ്പിട്ടു. ആ ഒപ്പിട്ട കരാറിൽ നിന്ന് അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ, രേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഞാനതിൻ്റെ ആ ഒപ്പിട്ട കരാറിൻ്റെ കോപ്പി മുഖ്യമന്ത്രി പത്രസമ്മേളനം ഉയർത്തിപ്പിടിച്ച ആ കോപ്പിയുടെ ഒരു പകർപ്പ് ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ ഒരു രേഖ എനിക്ക് കിട്ടി. ഞാനത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ പിന്മാറാൻ ഒരു ഓപ്ഷനും കാണുന്നില്ല നമ്മുടെ ദൃഷ്ടിയിൽ. അപ്പോൾ പിന്മാറാൻ കഴിയാത്തൊരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി എങ്ങനെ കേരള സംസ്ഥാനത്തിൻ്റെ പാഠ്യപദ്ധതി നടപ്പാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. പാഠ്യപദ്ധതി നടപ്പാക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനത്തിന് പൂർണ്ണാധികാരം നിലനിർത്താൻ എങ്ങനെ കഴിയും എന്നതാണ് ഇനി ചെയ്യേണ്ടത്. LDF സർക്കാർ കത്ത് നൽകിയതുകൊണ്ട് മാത്രം പിന്മാറാൻ പറ്റില്ല എന്ന് ചുരുക്കം അല്ലേ? കത്ത് നൽകിയതുകൊണ്ട് മാത്രം പിന്മാറാൻ കഴിയില്ല. കത്ത് നൽകിയത് കൊണ്ട് മാത്രം പിന്മാറാൻ കഴിയില്ല. നീട്ടിവെക്കും എന്നുള്ള രീതിയിലും മരവിപ്പിക്കും എന്ന രീതിയിലുമൊക്കെ അവർ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും പിന്മാറുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തതായിട്ട് നമുക്ക് കാണുന്നില്ല. ഇനി അങ്ങനെ തന്നെ പിന്മാറാനൊരു വകുപ്പ് ഇതിൽ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കാണുന്നില്ല. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ജില്ലയിലെ പുനഃക്രമീകരണത്തെക്കുറിച്ചുള്ളത്. ബജറ്റിൽ അനുകൂലമായ സമീപനമാണ് അതിനോട് സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥയും അതേപോലെ തന്നെ മറ്റ് സംഘടനകളൊക്കെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഒരുപാട് കാലമായിട്ട് ആവശ്യപ്പെടുന്ന ഒന്നാണ്. ജില്ലാ വിഭജനം എന്നല്ല, പുനഃക്രമീകരണ തരത്തിലാണല്ലോ പറയുന്നത്. എത്രമാത്രം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അതിൽ? യഥാർത്ഥത്തിൽ ജില്ലാ വിഭജനം തന്നെയാണ് വേണ്ടത്. ഒരു ജില്ല വിഭജിച്ച് 2 ജില്ലകളാക്കുന്നതിന് പ്രധാനമായും മാനദണ്ഡമാക്കേണ്ടത് ഒരു ക്രൈറ്റീരിയ എല്ലാത്തിനും ഉണ്ടാവും. ഏറ്റവും പ്രധാനമായി ഒന്ന് ജനസംഖ്യ, രണ്ടാമത്തേത് ഭൂവിസ്തൃതി, മൂന്നാമത്തേത് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളുള്ള കമ്പാരിസൺ, താരതമ്യം. ഇത് 3 നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായ കണക്കിലൂടെ നോക്കാൻ കഴിയും. കോട്ടയം ജില്ലയിൽ ഏകദേശം 20 ലക്ഷത്തോളം ആളുകളാണുള്ളത്. അതുപോലെ കൊല്ലം ജില്ലയിൽ 27 ലക്ഷത്തോളം ആളുകളാണുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 12 ലക്ഷത്തോളം ആളുകളാണുള്ളത്. ഈ 3 ജില്ലയിലെ ജനസംഖ്യ കൂട്ടിയാൽ ഏകദേശം മലപ്പുറം ജില്ലയിൽ അത്ര വരും, 50 ലക്ഷത്തിലധികം വരും. അപ്പോൾ 3 ജില്ലയ്ക്ക് ലഭിക്കുന്ന ഫണ്ട് 3 കലക്ടർമാർ നിയന്ത്രിക്കുന്ന ജില്ല, അത് ഒരു ജില്ലയായി ചുരുങ്ങുകയാണ്. അപ്പോൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ എപ്പോഴോ മലപ്പുറത്തിന് അവകാശമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഒന്ന് ഭൂവിസ്തൃതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ കണക്കാക്കിയാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോട്ടയം ജില്ലയിൽ 2208 ചതുരശ്ര കിലോമീറ്റർ, കൊല്ലം ജില്ലയിൽ 2491 ഏകദേശം, അതുപോലെ തന്നെ പത്തനംതിട്ട 2642 ചതുരശ്ര കിലോമീറ്റർ. നേരെ വെച്ചാൽ മലപ്പുറം ജില്ല 3550 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ അത്രയും വലിയൊരു ജില്ല വിഭജിക്കേണ്ട ആവശ്യം വളരെ നേരത്തെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ജനസംഖ്യ, ഭൂവിസ്തൃതി. ഇനി മറ്റൊന്ന്, ഇതിൽ തന്നെ മറ്റു ജില്ലകളുള്ള താരതമ്യം വന്നു കഴിഞ്ഞു. ക്രൈറ്റീരിയ പറഞ്ഞ 3 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴോ വിഭജിക്കണം. അതുകൊണ്ട് ജില്ലക്ക് ഫണ്ട് നഷ്ടപ്പെടുന്നു, ജില്ലയിലെ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഒരു ജില്ലക്ക് അനുവദിക്കുന്ന ഓരോ സംഗതികളും 3 ജില്ലകളിലായി വിഭജിച്ച് കിടക്കുന്നത് ഒരു ജില്ലക്ക് മാത്രം ലഭിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അത് തിരുത്തപ്പെടണമെന്നാണ് ശക്തമായി വാദിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഇത് മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ജനവിഭാഗം കൂടുതലാണ് എന്നതുകൊണ്ട് ഒരു മതത്തിൻ്റെ ആവശ്യമോ മതവിഭാഗത്തിൻ്റെ ആവശ്യമോ അല്ല. ഇവിടെ എല്ലാ വിഭാഗം ആളുകളും സന്തോഷത്തോടെ താമസിക്കുന്നു. തെക്കൻ ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെയാണ് അവർ ജോലി നേടി താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. അത്രയും ഒരു ശാന്തമായ സൗഹൃദമായ അന്തരീക്ഷമുള്ള ജില്ലയാണല്ലോ മലപ്പുറം ജില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ശരിയല്ല. മലപ്പുറം ജില്ല പുനഃക്രമീകരിക്കുകയല്ല, മലപ്പുറം ജില്ല തന്നെ വിഭജിക്കുകയാണ് വേണ്ടതെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? ഇവിടെ പ്രധാനപ്പെട്ട ചർച്ച നടന്നിട്ടുള്ളത് തിരൂർ ആസ്ഥാനമായി ഒരു മേഖലയും അതുപോലെ തന്നെ മലപ്പുറമോ മഞ്ചേരിയോ ഒക്കെ ആസ്ഥാനമായി മറ്റൊരു മേഖലയുമാക്കുക. അത് ജില്ല 2ആയി വിഭജിച്ച് കേരളത്തിൽ 2 ജില്ലകൾ കൂടി, മലപ്പുറം എന്നത് 2ആയി വിഭജിച്ച് 2 ജില്ല ക്രമീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ ജില്ലക്ക് കുറച്ച് ഫണ്ടുകളോ അല്ലെങ്കിൽ ജില്ലക്ക് കുറച്ച് സൗകര്യങ്ങളോ അനുവദിക്കലായിരിക്കും. അത് ഒരു ഗവൺമെൻറ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തവണ മാത്രമേ നടക്കൂ, അല്ലെങ്കിൽ ഓരോ സമയത്തും ചോദിച്ചു വാങ്ങുമ്പോഴേ നടക്കൂ. നേരെ മറിച്ച് കേരളത്തിലെ മൊത്തം ജില്ലകൾ ഇപ്പോൾ ആ ജില്ലകൾക്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ ഓരോ ജില്ലക്കും അനുവദിക്കുന്ന ഫണ്ട് മലപ്പുറം ജില്ലക്ക് 2ആയി കിട്ടും. അതിനുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതിനപ്പുറം പറയുന്നത് വള്ളുവനാട് കേന്ദ്രീകരിച്ച ഒരു ജില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റിനോട് യോജിക്കാൻ കഴിയും. അത് ശരിക്കും നല്ലത് ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ച് പഠനം നടത്തിയിട്ട് ഏതാണ് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം അതാണ് നോക്കേണ്ടത്. ജനോപകാരപ്രദവും വികസനത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന എന്താണ് എന്ന് വിദഗ്ധ സമിതിയെ വെച്ച് പഠിച്ച് ക്രമീകരിക്കുകയാണ് വേണ്ടത്. അതുപോലെ കഴിഞ്ഞ ദിവസം അങ്ങയുടെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ഫുട്ബോളിൻ്റെ ആരാധകർ ഫ്ലക്സ് വയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ അങ്ങ് വളരെ വിമർശനാത്മകമായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറേ പേര് അങ്ങയെ മോശമായിട്ട് അങ്ങയുടെ അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്താണ് ശരിക്കും അതിലൊരു വിശദീകരണമായിട്ട് പറയുന്നത്? അത് നമ്മൾ ഏതൊരു വിഷയം നമ്മൾ സമൂഹത്തിന് മുമ്പിൽ വെക്കുമ്പോഴും അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. സോഷ്യൽ മീഡിയ ഒരു ലൈസൻസ് ഇല്ലാത്ത മേഖലയാണ്. ഫാദർ ഇല്ലാത്ത ഒരു
മേഖലയാണത്. അത് ആർക്കും എഡിറ്റർ ഇല്ലാത്തൊരു മേഖലയിൽ ആർക്കും എന്തും കയറി പറയാം. അപ്പോൾ ഉദാഹരണമായി ഞാൻ പറഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ വിമർശിച്ചു എന്താ പലിശയെക്കുറിച്ച് പറയാത്തത്. പലിശയെക്കുറിച്ച് നമ്മൾ എത്രയോ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ചൂഷണം ചെയ്ത പലിശയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് മറ്റൊരാളുടെ വിമർശനം 2 ദിവസം മുമ്പ് കേട്ടു. ഇയാൾ എന്താണ് ഈ നിരീശ്വരവാദവും അതുപോലെ തന്നെ നിർമ്മതവാദവും അതോ യുക്തിവാദവും ഒക്കെ പ്രചരിപ്പിക്കുന്നതിനെതിരെ പറയാത്തത്. അതിനെക്കുറിച്ച് എത്രയോ പ്രസംഗിച്ച പ്രസംഗങ്ങളുണ്ട്. ഓരോ സന്ദർഭത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ്, എല്ലാറ്റിനെ കുറിച്ചും പറയണമെന്നല്ല. ഇവിടെ നമ്മൾ കളിയെ വിമർശിച്ചിട്ടില്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് സ്പോർട്സിൽ പ്രത്യേകമായി ഫുട്ബോളിലൊക്കെ ഒരു കുട്ടി മികച്ചു നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഗ്രേസ് മാർക്ക് കിട്ടും, വലിയ കമ്പനികൾ ആ കുട്ടിയെ ഏറ്റെടുക്കും, വിദേശത്ത് ജോലി കിട്ടും, ഉയർന്നു പോകാൻ സൗകര്യമുണ്ട്. കളിയെ വിമർശിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ വിമർശിച്ച് കളിക്കാർ കളിക്കുന്നു, അവർ കോടികൾ നേടുന്നു. ഈ പാവപ്പെട്ടവൻ അവൻ്റെ വീട്ടിലേക്ക് കൊടുക്കേണ്ട പണം ഉപയോഗപ്പെടുത്തി ഫ്ലെക്സ് വെച്ച് വെറുതെ ആരാധിക്കുന്നു. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. എതിർപ്പ് എന്തിനെയാണ് എന്നിലാക്കിയിട്ടാണ് വിമർശിക്കേണ്ടത്. എന്താണെങ്കിലും അതിനോട് അനുകൂലമായിട്ട് ആരെങ്കിലും നേരിട്ട് വിളിച്ചാൽ പറഞ്ഞോ ഈ കാര്യങ്ങൾ? നിരവധി അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടി, ധാരാളം. ഈ വിമർശകരെക്കാൾ എനിക്ക് നേരിട്ടും അതുപോലെ തന്നെ ഫോൺ വഴിയും പല ആളുകളും നിരന്തരമായി അഭിനന്ദനങ്ങൾ എനിക്ക് അറിയിച്ചു. കാരണം ഈ പറഞ്ഞത് അവർക്ക് മനസ്സിലായി, കളിയെയല്ല കളിക്കാരെയല്ല എതിർക്കുന്നത്, കളിയിലൂടെ കുട്ടികൾക്ക് ഉയർന്നു പോകാൻ വഴികളുണ്ട്. പക്ഷേ അതിനുവേണ്ടി ആരാധന മനോഭാവത്തെയും മാത്രമല്ല ആ ആരാധനയ്ക്ക് വേണ്ടി അതിര് കവിഞ്ഞ് പണം ചെലവഴിക്കുന്നു. വീട്ടിലേക്ക് കൊടുക്കേണ്ട പണം റോഡിൽ ചെലവഴിക്കുന്നു. ഇതുകൊണ്ട് എന്ത് കിട്ടി? മാത്രമല്ല ഒരു താരതമ്യവും കൂടി ഞാനതിൽ പറഞ്ഞു. കളിക്കാരുടെ നാട്ടിൽ യൂറോപ്പിൽ ഇതില്ല, കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ ഇല്ല. ഇവിടെ മലപ്പുറത്താണ് ഇത് കൂടുതലുള്ളത്. മലപ്പുറത്ത് എല്ലാ വിഭാഗം ആളുകളും മുസ്ലിങ്ങളും അല്ലാത്തവരും മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയായി എന്നും പിന്നാക്കം നിൽക്കുന്ന മലപ്പുറയിലെ ആളുകളെ പിന്നെയും പിന്നാക്കമാക്കുന്ന രീതിയിൽ അവർ ഇങ്ങനെ പഠിക്കുന്നതിന് പകരം സമ്പാദിക്കുന്നതിന് പകരം സമ്പാദ്യം നശിപ്പിക്കുന്നതിനെ വെച്ച് ഈ ആരാധിക്കുന്ന ആളുകൾ കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് പണം കിട്ടും, അവർക്ക് ജോലി കിട്ടും, കമ്പനികൾ ഏറ്റെടുക്കും. അതിന് നമുക്ക് വിരോധമില്ല. ഈ പ്രസംഗത്തിൽ നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നു എന്നൊരു അർത്ഥം ഇതിന് കൽപ്പിച്ചൂടെ? മുസ്ലിങ്ങൾ കൂടുതലായി ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും. മലപ്പുറത്ത് മുസ്ലിങ്ങളാണ് കൂടുതൽ. ഞാൻ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് വല്ലാതെ പണം ദുർവ്യയം ചെയ്യുന്നത്. മറ്റു മതസ്ഥരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നത്. അതിൻ്റെ ഒരു വശം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു കമ്മ്യൂണലായി പറയുകയല്ല. കുറേ ആളുകൾ ഗൾഫ് പണം പിതാക്കന്മാർ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് ജീവിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് ഈ പണത്തിൻ്റെ വില അറിയില്ല. ആ ഒരു പ്രശ്നം ഗൾഫിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മക്കൾക്കുമുണ്ട്. പക്ഷേ കൂടുതലും മുസ്ലിങ്ങളാണ് ആ രീതിയിൽ പണം ദുർവ്യയം ചെയ്യുന്നത്. എൻ്റെ സമുദായത്തെ തന്നെ ഞാൻ കുറ്റം പറയുമ്പോൾ മറ്റൊരു സമുദായത്തെ കുറ്റം പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. എൻ്റെ സമുദായത്തെ എനിക്ക് കുറ്റം പറയാൻ ആരോടും ചോദിക്കേണ്ടതില്ലല്ലോ. തീർച്ചയായും സമീപത്ത് ഉണ്ടായ ചില വിവാദങ്ങൾ അദ്ദേഹത്തിന് വിശദീകരണം നൽകുകയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.